വളരെ വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് വിദ്യാർത്ഥികൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയായിരുന്നു. അവരുടെ ഭക്ഷണത്തിനും ഹോസ്റ്റൽ ഫീസും കൊടുക്കാൻ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് പ്രശസ്തനായ പിയാനോയിസ്റ്റ് പാഡറോവ്സ്കിയെ കണ്ട് ഒരു പരിപാടി കോളേജിൽ അവതരിപ്പിച്ച് അതിൽ നിന്ന് ക്യാഷ് സ്വരൂപിച്ച് അവിടെ ഹോസ്റ്റൽ ഫീസും ഭക്ഷണ ചെലവും കണ്ടെത്താമെന്ന് വിചാരിച്ച് അവർ പാഡറോവ്സ്കിയുടെ മാനേജറെ സമീപിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, $2000 അഡ്വാൻസ് ആയിട്ട് നൽകണം. ഈ കുട്ടികൾ തിരിച്ചു പോയി വളരെ പണിപ്പെട്ടിട്ടും $1600 കണ്ടെത്താനേ അവർക്ക് സാധിച്ചു. ഈ ക്യാഷുമായി അവർ മാനേജറെ കാണുകയാണ്. ഇത് $1600 ഉണ്ട്, ബാക്കി ഞങ്ങൾ സംഘടിപ്പിച്ച് $400 അയച്ചു തന്നേക്കാമെന്ന് പറഞ്ഞു. ഇത് സമ്മതിക്കാതെ മാനേജർ ഈ $1600 കുട്ടികൾക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് പാഡറോവ്സ്കി വന്ന് ആ ക്യാഷ് തിരിച്ചു വാങ്ങിയിട്ട് ആ കുട്ടികൾക്ക് ക്യാഷ് കൊടുത്തു, $1600. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇതിൽ നിന്ന് നിങ്ങളുടെ ചെലവിന് ആവശ്യമുള്ളത് നിങ്ങൾ എടുക്കുക, മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലമായി ഇതിന്റെ 10% എടുക്കുക, അതിനുശേഷം ബാക്കിയുള്ളത് മാത്രം എനിക്ക് തന്നാൽ മതിയെന്ന്. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞു. പാഡറോവ്സ്കി പോളണ്ടിലെ പ്രധാനമന്ത്രിയായിരിക്കെ നാട്ടിൽ ദാരിദ്ര്യം പിടിപെട്ടു. നാട്ടിലെ പല ജനങ്ങൾക്കും ഭക്ഷണത്തിന് വളരെയധികം ക്ഷാമമുണ്ടായി. ഭക്ഷണവും മറ്റു സാധനങ്ങളും കിട്ടാതെ നാട്ടിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്, പ്രയാസപ്പെടുകയാണ്. അങ്ങനെ പോളണ്ടിന്റെ പ്രധാനമന്ത്രിയായ പാഡറോവ്സ്കി ലോകത്തോട് സഹായം ആവശ്യപ്പെട്ടു. അമേരിക്കയിലെ സഹായവും ആശ്വാസവും നൽകുന്ന വകുപ്പിന്റെ തലവനായിരുന്ന ഹെർബർട്ട് ഹൂവർ ഇത് കാണുകയും അദ്ദേഹം ആ നാട്ടിലെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആവശ്യമുള്ള മുഴുവൻ ഭക്ഷണ സാധനങ്ങളും അയച്ചു കൊടുക്കുകയാണ്. ഇത് കിട്ടിയതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട്, നന്ദി അറിയിച്ചുകൊണ്ട് ഹെർബർട്ട് ഹൂവറെ പാഡറോവ്സ്കി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഭക്ഷണത്തിന് പോലും ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് എന്നെ താങ്കൾ സഹായിച്ചിട്ടുണ്ട്, ഇത് അതിൽ ഉൾപ്പെടുത്തിയാൽ മതി. അന്ന് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ പാഡറോവ്സ്കിയുടെ പരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ചെന്നപ്പോൾ കൊടുത്ത ക്യാഷ് മുഴുവൻ തിരിച്ചു നൽകി അവർക്ക് വേണ്ടി പരിപാടി അവതരിപ്പിച്ചു കൊടുത്തു പാഡറോവ്സ്കി. അതിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ഈ ഹെർബർട്ട് ഹൂവർ എന്ന് തിരിച്ചറിയുക. ഇതാണ് ചരിത്രം.